അത്രയും സ്ട്രോങ് ആണ്, കൈ വേദനിക്കും ഇടിച്ചു കഴിഞ്ഞാൽ. ഇതിന്റെ മാനുവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് റഫാണ്. ഈ വണ്ടിക്ക് ടോർക്ക് കൺവെർട്ടർ ചേരൂ എന്നാണ് തോന്നുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നൊരു 14 to 15 ഒക്കെ വരും ഒരു ടയർ. ഒരു ടയറിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. സോളിഡ്. എത്ര മൈലേജ് കിട്ടും? ഗിയർ ബോക്സിനായിട്ട് പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ ട്രാൻസ്മിഷൻ കൂളർ ചില വണ്ടികളിൽ പോകാറുണ്ട്. ടാറ്റയുടെ ബാറ്റൺ ടാങ്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ടാറ്റ ഹെക്സ. വണ്ടി ഡിസ്കണ്ടിന്യൂഡ് ആയെങ്കിലും ഇപ്പോഴും ഇഷ്ടം പോലെ ആളുകളാണ് ഈ വണ്ടിയുടെ ആരാധകരായിട്ടുള്ളത്. അങ്ങനെ ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു ഓട്ടോഫൈൽ. ടാറ്റയുടെ ബാറ്റൺ ടാങ്ക് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഈ വരുന്ന ഹെക്സയ്ക്ക് ഏകദേശം 2.1 ടണ്ണിനടുത്ത് വെയിറ്റ് വരുന്നൊരു വണ്ടിയാണ്. ശരിക്കും മസ്കുലറാണ്. ഡോറൊക്കെ ആണെങ്കിലും ആ ഒരു സൗണ്ട്, വെയിറ്റുള്ള സൗണ്ട്, ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. നമുക്ക് ആ ടാറ്റ ബിൽഡ് ക്വാളിറ്റി, വണ്ടി നിന്ന് പോയെങ്കിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് ഈ ഒരു ഹെക്സ അവർ ഇറക്കിയിരിക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അതുപോലെ തന്നെ അന്നത്തെ സമയത്ത് തന്നെ ഈ 4 വീലിലും ഡിസ്ക് ബ്രേക്കോട് കൂടിയാണ് ഇറക്കിയിരുന്നത്. ഇതാണ് ഹെക്സയുടെ കീ വരുന്നത്. ഇപ്പം നമ്മുടെ നെക്സോണിലൊക്കെ കണ്ടുവരുന്ന സെയിം കീ തന്നെയാണ് അന്ന് വന്നുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മുടെ ക്രിസ്റ്റ അല്ലെങ്കിൽ ക്രിസ്റ്റ ഇന്നോവയൊക്കെ അല്ലാതെ ഇതിന് വേറൊരു ഓപ്പണന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തൊക്കെ കൊണ്ടോ വണ്ടി നിർത്തിപ്പോയി. പക്ഷേ ഇപ്പോഴും ഒരു യുണീക്ക് ഡിസൈൻ തന്നെയാണ് വരുന്നത്. പ്രൊജക്ടർ, ഹെഡ് ലാമ്പ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും, LED DRLൊക്കെ വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇതെല്ലാം അന്ന് തന്നെ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ബട്ടർഫ്ലൈ വൈപ്പേഴ്സ് ആണ് വരുന്നത്. സാധാരണ വൈപ്പേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ ബെൻസിലൊക്കെ ഉണ്ട് ഒറ്റ വൈപ്പർ ഉണ്ടാവുള്ളൂ, പഴയ 1, 2, 3 ഇതില് ബട്ടർഫ്ലൈ വൈപ്പർ 2 സൈഡിലേക്ക് ഓപ്പൺ ആവുന്ന രീതിയിലാണ് വൈപ്പർ വർക്കിംഗ് ആവുന്നത്. ബോഡി ഇരുമ്പ് തന്നെയാണ്, ഇരുമ്പ് നേരെ ഒഴിച്ചിരിക്കുന്നതാണ്. അത്രയും സ്ട്രോങ് ആണ്, കൈ വേദനിക്കും ഇടിച്ചു കഴിഞ്ഞാൽ. ടയർ സെക്ഷനൊക്കെയാണ് വരുന്നതെങ്കിലും നമ്മുടെ 235, 55, 19 ഇഞ്ച് വീൽസ് ആണ് ഇതിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും 20 ഇഞ്ച് വന്നിരുന്നു. പക്ഷെ അത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നൊരു ന്യൂസ് ഞാൻ നേരത്തെ കേട്ടിരുന്നു. വേരിക്കോർ എഞ്ചിനാണ് വരുന്നത്. അത് 2.2 ലിറ്റർ ആണ്. 155 bhp ആണ് വണ്ടിക്ക് വരുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡോറൊക്കെ നല്ല സോളിഡ് ആട്ടോ. ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യിച്ചതാണ്. ശരിക്കും അതുള്ളത് നല്ലതായി. നമുക്കിതാ കയറി നിന്നാലും നല്ല സപ്പോർട്ടാണ്. കയറി ഇരിക്കാനും ആ ഫുഡ് സ്റ്റെപ്പ് ഉള്ള കാരണം പറ്റും. അതുപോലെ തന്നെ ഈ ഡോർ സൈഡിലൊരു ലൈറ്റ്, ഇവിടെ നോക്കി കാണാം, ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് രാത്രിയൊക്കെ നമ്മൾ വണ്ടി തുറക്കുവാണെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് വീല് കാണുമ്പോൾ ഇത്തിരി ഓൾഡായിട്ട് തോന്നുമെങ്കിലും നല്ല ഫങ്ഷനാണ്. എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നത് ടോപ്പ് സ്പെക്ക് ആണെന്നാണ് തോന്നുന്നത്. ക്രൂയിസ് കൺട്രോൾ അടക്കമുള്ള എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ ദണ്ട് കീ. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ടാറ്റയുടെ ലോഗോ വന്നു. വണ്ടി സ്റ്റാർട്ടായി. ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഈ ടാറ്റയുടെ ടോർക്ക് കൺവെർട്ടറിൽ വരുന്ന ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. സൺറൂഫ് പോലുള്ള കാര്യങ്ങളൊന്നും വണ്ടിയിൽ വരുന്നില്ല. അന്ന് ഇതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ KZ ആണ് വരുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താണെങ്കിലും ഓണറിനോടുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം. സോ നമുക്ക് ഈ ബാറ്റൺ ടാങ്കിന്റെ ഓണറെ നമുക്ക് വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. ഹലോ. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുപിട്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 6 സീറ്റർ അല്ലെങ്കിൽ ഒരു 7 സീറ്റർ. നമ്മുടെ പുന്തോടെ ഓണറാണ്. നമ്മൾ പുന്തോടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഞാൻ സൈഡിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സോ അന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 6 സീറ്റർ അല്ലെങ്കിൽ ഒരു 7 സീറ്റർ അതിൻ്റെ ഒരു റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ അത് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് അപ്പോൾ ഈ ബാറ്റൺ ടാങ്ക് എടുത്തത്. ബാറ്റൺ ടാങ്ക് എന്ന് വിശേഷിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കാരണം അറിയാം അത്ര. അത് ആ പേര് ശരിക്കും പറഞ്ഞ ഹെക്സയ്ക്ക് അല്ലെങ്കിൽ ടാറ്റയുടെ വണ്ടിക്ക് ഏതാണെങ്കിലും അത് ഭയങ്കര സ്യൂട്ടായി തോന്നുന്നുണ്ട്. സോ
എന്തുകൊണ്ടാണ് ബാക്കിയുള്ള വണ്ടിയിലേക്ക് ഒരു 6 സീറ്ററിലേക്ക് പോകുമ്പോൾ വേറൊന്നിലേക്കും പോവാതെ ഹെക്സ തന്നെ എടുത്തത്? ഇതൊരു യൂസ്ഡ് വണ്ടിയാണ്, ഇപ്പൊ നിർത്തി അറിയാലോ. പുതിയ വണ്ടികൾ അതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് പറയാവുന്നത് ക്രിസ്റ്റയാണ്. ഒരു റിയർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഉള്ള ഒരു ഷാസി ഉള്ള ഒരു വണ്ടി. അതെ, എന്ന് പറയുന്നത് വേറെ ക്രിസ്റ്റ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ അല്ലെങ്കിൽ ഫോർച്യൂണർ ഒക്കെ എടുക്കണം, അതേ ഉള്ളൂ. നമുക്ക് ഇത്തിരി എക്സ്പെൻസീവ് നോക്കുമ്പോൾ ഭയങ്കരമാണ്, എക്സ്പെൻസീവ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് മറ്റേ ക്രിസ്റ്റയുടെ പകുതി റേറ്റ് എന്നൊക്കെ പറയാം ഏകദേശം. ഇത് കുറച്ച് ഓടിയ ഒരു വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ക്രിസ്റ്റ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇതാകുമ്പോൾ ഒരു യൂണിക്നെസ് അല്ലേ? അതെ. പിന്നെ ഇത് ഇറങ്ങിയപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാണ്. അന്ന് എനിക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് അന്ന് ഇഷ്ടപ്പെട്ടതുമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എടുത്തു വന്നേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് വരാം, ഓട്ടോമാറ്റിക്കിലേക്ക്. അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം പുന്തോ അല്ലെങ്കിൽ വേറെ ഏത് വണ്ടി എടുക്കും, അപ്പം പുന്തോ വെച്ചുകൊണ്ട് തന്നെ വേറൊരു വണ്ടി എടുക്കും എന്നാണ് പറഞ്ഞത്. സോ അന്ന് ഡീസൽ വണ്ടി തന്നെ എടുക്കും എന്നാണ് പറഞ്ഞത്. സോ അത് അങ്ങനെ ഒരു സെർച്ചിന്റെ ഇടയിലാണോ ഇതിനകത്തേക്ക് വന്നത്? അതെ, ഹെക്സ ആണ്. നമ്മൾ 2 വണ്ടികളാണ് നോക്കിയത്, ഹെക്സയും പിന്നെ ഒരു ഒക്ടാവിയാണ് നോക്കിയത്. പക്ഷെ രണ്ടും രണ്ട് സെഗ്മെന്റ് കാറ്റഗറിയാണ്. പക്ഷെ ഇച്ചിരി പൊക്കമുള്ള വണ്ടി വേണം എല്ലാവർക്കും കയറാനും ഇറങ്ങാനുള്ള എളുപ്പത്തിന് ഇതിലേക്ക് മാറിയത്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതായിട്ട് തന്നെ തോന്നി. ക്രിസ്റ്റ നമ്മൾ എപ്പോഴും ഓടിക്കുന്നതാണ്, അപ്പൊ ഇത് കുറച്ചും കൂടെ ഒരു ഓടിക്കാനൊക്കെ ഒരു രസവും ഒക്കെ തോന്നിയത്. അതുകൊണ്ട് തന്നെ അതിലും ഓട്ടോമാറ്റിക്കിലേക്ക് വരാനുള്ള ഒരു നമ്മള് ഇതിന്റെ മാനുവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് റഫാണ്. നമ്മളെ പഴയ ടാറ്റയുടെ മാനുവൽ പോലെയാണ് എനിക്ക് തോന്നിയത്. കുറച്ചും കൂടെ റഫൊക്കെയാണ്, ലോങ് ത്രോ ഗിയർ ഒക്കെയാണ്. പിന്നെ ഈ വലിയ വണ്ടി നമ്മള് മാനുവലായിട്ട് ഗിയർ മാറ്റി എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ഒരു ടൈപ്പ് വണ്ടിയല്ല. അതെ, കുറച്ചും കൂടെ ഒരു ഹൈവേ ക്രൂസർ ആണ്. ഇതിൽ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ അല്ലേ വരുന്നത്? ടോർക്ക് കൺവെർട്ടർ ഓടിച്ചിട്ട് ഈ വണ്ടിയിൽ ടോർക്ക് കൺവെർട്ടർ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഞാൻ ഉദ്ദേശിച്ചത് ഈ വണ്ടിയിൽ നിന്ന് ഉദ്ദേശിച്ചത് ഈ ഇത്രയും വെയിറ്റ് വരുന്നുണ്ടല്ലോ, അബൌട്ട് 210 മേളിൽ വെയിറ്റ് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് ടോർക്ക് കൺവെർട്ടർ ചേരൂ എന്നാണ് തോന്നുന്നത്. ഇതൊരു പെർഫെക്റ്റ് മാച്ച് ആയിട്ട് തോന്നുന്നത്. GM-ന്റെ ആണ്, അമേരിക്കൻ ഗിയർ ബോക്സ് ആണ് ടോർക്ക് കൺവെർട്ടർ വന്നിരുന്നത്. GM-ന്റെ ഇതിലുള്ള ഗിയർ ബോക്സ് ആണ് വരുന്നത്. നമ്മുടെ ഹമ്മർ കുറെ ഉണ്ട്. അതിൽ 6L50 എന്ന് പറയുന്ന മോഡലാന്ന് തോന്നുന്നു ഈ ടോർക്ക് കൺവെർട്ടർ. അപ്പൊ അത് ആണ്. അതിപ്പോ ഈ വണ്ടിക്ക് ഈ ഒരു എഞ്ചിനും ഈ ഒരു വെയിറ്റിനൊക്കെ ആയിട്ട് അതേ സ്യൂട്ട് ആണ്. നമുക്ക് ആ ഒരു ഇതിന്റെ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു ഗിയർ ബോക്സ്. അതുപോലെ ഈ ടയറിന്റെ കാര്യം ഞാൻ നോക്കിയപ്പോഴാണ്, ഞാൻ പണ്ടൊരിക്കൽ ഒരു വീഡിയോയിൽ കണ്ടതാണ്, നമ്മുടെ ഇവിടെ ഇപ്പം 19 ഇഞ്ച് വരുന്നുണ്ട്, പക്ഷെ വെളിയിൽ UK-ലൊക്കെ അവര് ഈ വണ്ടി ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ട ഇതിനകത്ത് 20 ഇഞ്ച് വീൽസ് ആണ്. നമുക്ക് എപ്പോഴും ഒരു സ്റ്റെപ്പ് പുറകിലാണെങ്കിലും ഇപ്പൊ ഉള്ളതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വണ്ടി നിർത്തണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈന്റ് ഒരു വിഷമാണ്. പക്ഷെ വണ്ടി ഇറങ്ങിയ സമയത്ത് വളരെ ചുരുക്കം ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? അതെ, വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. പിന്നെ ഇത് 19 ഇഞ്ച് തന്നെ സത്യം പറഞ്ഞാൽ വലുതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് വെച്ച് കണ്ടീഷൻ. ഈ ഇതിന്റെ ടയറിനൊക്കെ എങ്ങനെ കോസ്റ്റ് വരുന്നത്? കോസ്റ്റ് ടയറിന്റെ ഇപ്പൊ ഇത് കിടക്കുന്നത് MRF ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നു 14 to 15 ഒക്കെ വരും ഒരു ടയറിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. 14K 14,000 രൂപയ്ക്ക് മിനിമം. പിന്നെ എനിക്ക് തോന്നുന്നു സിയറ്റിന്റെ കുറച്ച് കുറഞ്ഞൊരു 13 കിട്ടും. മെഷീൻ ലെഗിലേക്ക് പോകുമ്പോൾ അത് പെർഫോമൻസ് ടയർ. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ GLA-യുടെ ടയർ സൈസ് ആണ് ഇത് വരുന്നത്. GLA-യുടെ ആണെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് എല്ലാരും ഇറക്കുന്നത് കൂടുതലും കുറച്ച് പെർഫോമൻസ് ടയർസും കമ്പനികൾ ഇറക്കുന്നത്. പുതിയ ടയറാണ്. ഇതിപ്പോ വണ്ടി അത്ര ഓടിയിട്ടുള്ളൂ, മാറേണ്ടതായിട്ടില്ല. മാറേണ്ടതാകുമ്പോ കയ്യില് പോക്കറ്റ് ചെറുതായിട്ടൊന്നും. അതെ, പിന്നെ ആ ബിസിനസ്സിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് ടയർ കമ്പനി തന്നെയാണ്, ടയർ ഷോറൂമാണ് നടന്നത്. അപ്പൊ അത് കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. സോ വിനു, എന്താണ് ഇപ്പം ഹെക്സ എടുത്തതിൽ ഇപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം? ഇത് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ് തരുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല സ്മൂത്ത് വണ്ടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫീച്ചേഴ്സ് ഞാൻ എടുത്ത റേറ്റും കൂടെ നോക്കുമ്പോൾ യൂസ്ഡ് കാർ റേറ്റ് ആണ്. യൂസ്ഡ് കാറിന്റെ ഇപ്പോഴത്തെ ബാക്കി ക്രിസ്റ്റയായിട്ടൊക്കെ നോക്കുമ്പോൾ പകുതി വിലയേ ഉള്ളൂ. ക്രിസ്റ്റയുടെ യൂസ്ഡ് കാർ ആയിട്ട് നോക്കുമ്പോൾ അതെ, ഇതിപ്പോ കിലോമീറ്റർ 28 ഓടിയപ്പോഴാണ് ഞാൻ എടുത്തത്. 28 ഓടിയ ഒരു വണ്ടി തന്നെയാണോ? അതെ, സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. അതെ, പിന്നെ ഒരു വീട്ടിൽ കൂടുതലും വെറുതെ കിടന്നൊരു വണ്ടിയാണ്. ആഴ്ചയിലൊരിക്കൽ പള്ളിയിൽ പോകാൻ, അമ്പലത്തിൽ പോകാൻ എടുക്കുന്നത് അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു. ലക്കിനൊത്ത് കിട്ടി നമുക്കൊരു വണ്ടി അല്ലേ? അതെ, കിട്ടിയപ്പോ തന്നെ എടുത്തതാണ്. നമ്മളിത് തപ്പി നടന്ന് കറക്റ്റ് ആയിട്ടൊരു വണ്ടി കിട്ടിയപ്പോ അങ്ങ് എടുത്തു. അപ്പൊ നമുക്ക് എടുത്തിട്ട് ഇപ്പൊ ഏകദേശം എത്ര ഓടിയുണ്ട്? ഇതിപ്പോ എന്റെ കയ്യിൽ നിന്ന് ഒരു 6500-7000 ഓടിയെന്ന് തോന്നുന്നു. സർവീസ് ഒന്നും ആവാറായിട്ടില്ല. സർവീസ് നമ്മൾ ചെയ്യാൻ പുള്ളി ചെയ്ത് ഹിസ്റ്ററി നോക്കിയപ്പോ പുള്ളി ചെയ്ത് തരണ്ടായിരുന്നുള്ളൂ. അപ്പൊ അടുത്തതിലൊക്കെ ആവുന്നു. നമ്മൾ വണ്ടി കണ്ടു കേട്ടോ, പക്ഷെ ഉള്ളിലാണെങ്കിലും പുറമേ ആണെങ്കിലും നല്ല മിന്റ് കണ്ടീഷനായിട്ട് കിടപ്പുണ്ട്. അപ്പൊ കിട്ടിയത് എന്താണെങ്കിലും ലക്ക് തന്നെ. അതെ, വണ്ടിയുടെ ഇപ്പൊ സർവീസ് ആയിട്ടില്ല.
പക്ഷേ എത്രയിലാണ് 10,000 അല്ലേ സർവീസ് വരുന്നത്? 10,000 സർവീസ് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ 20,000 ഓയിൽ ചേഞ്ച് 20,000 ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു 15 ഞാൻ മറ്റേ പുണ്ടോടയിൽ പറഞ്ഞായിരുന്നു 15 റെക്കമെൻഡ് ചെയ്യുമ്പോൾ 10 ചെയ്യാറുണ്ട്. നീട്ടിക്കാറില്ല, അവർ പറയുന്ന ഒരു ടൈമിന് അത്രയും കൊണ്ടുപോകാറില്ല. അതിന് മുമ്പായിട്ട് തന്നെ എല്ലാം ചെയ്യും. അതെ അതെ. ഈ വണ്ടി ഓടിച്ചിട്ട് കംഫർട്ടബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഓക്കെ അല്ലേ? അതെ, റൈഡ് കംഫർട്ടും ആണ് ഏറ്റവും ആയിരിക്കും എന്ന് അറിയാം, കാരണം ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയാണ്, നല്ലൊരു 2.2 ലിറ്റർ വരുന്ന എഞ്ചിനാണ്. സോ ഈ 150 bhp കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? പിക്കപ്പ് കുറവായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വലിയ കുഴപ്പമില്ല. ഈ വണ്ടിയുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, ഓവർ പവർ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹവും ഇല്ല. അതുകൊണ്ടുള്ള ഇതിൽ കറക്റ്റ് ആണ് ഇത്. അതുകൊണ്ടാണ് എനിക്ക് ഓട്ടോമാറ്റിക് കുറച്ചും കൂടെ ഇത് കുറച്ച് ലേസി ആയിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. അതിന് പറ്റിയ വണ്ടിയായിട്ട് തന്നെയാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് 4x4 ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നു. അതെ, പക്ഷെ അത് മാനുവലിൽ മാത്രമേ വന്നു. മാനുവലിലുള്ളൂ. ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓപ്ഷൻ മാനുവൽ നോക്കിയായിരുന്നു. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാം ഇച്ചിരി ഓടിയ ഹെക്സയൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇനോവ പോലൊക്കെ തന്നെ കൂടുതൽ പൈസ കൊടുത്തൊക്കെ എടുക്കുമ്പോൾ ആൾക്കാർ ശരിക്കും ഓടിയ വണ്ടികളാണ്. ഇത് കുറച്ച് നമുക്കൊരു ഫ്രഷ്നെസ് തോന്നുന്ന വണ്ടികൾ കുറവായിരിക്കും. ഓക്കെ, ഈ വണ്ടി ഇപ്പൊ എടുത്തിട്ട് ഇപ്പം ലോങ് എവിടെയാണ് പോയത്? അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഉള്ളിൽ തന്നെ ഓടിയിട്ടുള്ളൂ, പുറത്തോട്ട് പോകേണ്ട ഒരു അവസരം വന്നിട്ടില്ല. പക്ഷെ കേരളത്തിന്റെ നമ്മൾ ഈ പറയുന്ന പോലെ തിരുവനന്തപുരം 2-3 തവണ പോയെന്ന് തോന്നുന്നു. ഇവിടുന്ന് തിരുവനന്തപുരം വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അതെ, ഇപ്പോഴത്തെ റോഡ് പണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ വണ്ടി എടുത്ത് നന്നായിട്ടൊക്കെ തോന്നി. ഈ എല്ലാ 6 സീറ്റർ 7 സീറ്ററിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നതാണ് ഈ മറ്റേ തേർഡ് റോ സീറ്റ്. അതെ, അത് കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത്. ഇതിനും എനിക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് തിരുവനന്തപുരം പോയപ്പോൾ ബാക്കിൽ പറഞ്ഞ ഒരു 6 തൊട്ട് താഴെയുള്ള ആൾക്കാരാണ് രണ്ടുപേരും തേർഡ് റോയിൽ ഇരുന്നത്. അവര് വലിയ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. എല്ലാ റോയ്ക്കും AC വെന്റ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മള് ഈ ഒരു സെഗ്മെന്റിലുള്ള ബാക്കി വണ്ടികളെക്കാളും ബെറ്റർ ആണ് സീറ്റ് എന്നാണ് ഞാൻ ഇപ്പൊ വണ്ണമൊക്കെ വെച്ചിട്ട് ഞാൻ ഇരുന്ന് നോക്കിയിട്ട് എനിക്ക് തോന്നിയത്. കംഫർട്ടബിൾ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ അന്ന് ഇറങ്ങിയ വണ്ടിയിൽ തന്നെ ഈ സൺബ്ലൈൻഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും പ്രീമിയം വണ്ടികളിൽ മാത്രമേ ചിലരിൽ കൊടുക്കുന്നുള്ളൂ. അതെ അതെ, എല്ലാ വണ്ടികളിലേക്കും ആയിട്ടില്ല. ഇത് കാലൊക്കെ ഒന്ന് കൊട്ടിക്കേറിയതാണ്, മൊത്തം ക്ലീൻ ആക്കി ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് തന്നെയാണ് അല്ലേ? ഫ്രണ്ട് സീറ്റ് തന്നെയാണ്. ഇതിന്റെ ഇവിടെ നോക്കിയത് ഈ 4 സീറ്റിന് മറ്റേ ലംബാർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ. ഓക്കെ. ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ സൈഡിലായിട്ടാണ് റിയറിൽ AC വെന്റ് വന്നിരിക്കുന്നത്. ഈ സൈഡിലും ഉണ്ട്, അതുപോലെ തന്നെ സെന്ററിലും ഉണ്ട്. ഹെഡ് റെസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. ശരിക്കും നല്ല കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ ചാരി കിടന്നു പോയ സുഖാണ്. സ്പീക്കർ ഇതില് JBLന്റെ 10 സ്പീക്കർ എന്നാണ് എന്റെ ഓർമ്മ. 10 സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത് കമ്പനിയിൽ നിന്ന്. ഓക്കെ, വിത്ത് ഒരു സെൻട്രൽ ഡാഷിൽ ഒരു സെൻട്രൽ സ്പീക്കർ ഉണ്ട്. ബാക്ക് ഡിക്കിയുടെ ഡോറിലൊരു വൂഫർ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഈ പുറകോട്ട് കയറുന്ന കാര്യമാണെങ്കിൽ ഏറ്റവും എളുപ്പം ഞാൻ നോക്കിയിട്ട് നടുക്കൂടെ കയറാൻ. ഇപ്പൊ ഏറ്റവും ബാക്കിലോട്ടാണ് സീറ്റ് ഇട്ടിരിക്കുന്നത്. അതെ, ഏറ്റവും മുമ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ അത്യാവശ്യം ലെഗ് സ്പേസ് വരും. അനക്കാത്തോണ്ടാ അങ്ങനെ വന്നിരുന്നേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ കയറണമെന്നാണ് ഇവര് പറയുന്നത്. ഇങ്ങനെയോ? അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പം നടുക്കൂടെ സുഖമായിട്ട് കയറാം. ഇങ്ങനെ കയറാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ആകുമ്പോഴത്തേക്കും സുഖമായിട്ട് മാറ്റിയിട്ട് കയറുന്ന തന്നെയാണ് എളുപ്പം. അതൊരു മിസ്സിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടംബിൾ സീറ്റ് ഉണ്ട്, ഇതിനതില്ല. അതെ, അതാണ് ഞാൻ ആദ്യം ഇവിടെ സ്വിച്ച് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നുന്നു. മറ്റേ ബെഞ്ച് സീറ്റിന് ടംബിൾ വരും. ഇത് ക്യാപ്റ്റൻ സീറ്റ് പറഞ്ഞ പോലെ ബേസിക്കലി ഫ്രണ്ട് സീറ്റിന്റെ അടുത്ത് വെച്ചാന്ന് തോന്നുന്നത്. കോസ്റ്റ് കട്ടിങ് അന്നേ ഉണ്ടല്ലോ അവർക്ക്. കട്ടിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഫ്രണ്ട് സീറ്റ് തന്നല്ലോ. അതുപോലെ ഈ തിയേറ്ററിലേക്ക് വരുന്ന ഗ്ലാസ് ഏരിയക്കാണ് നല്ല. അതിനും ഇതേപോലെ തന്നെ പില്ലറിൽ ഒരു AC വെന്റ് ഉണ്ട് പുറകിൽ ഈ സൈഡിലായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്നുണ്ട്. ഞാൻ പുറകിലേക്ക് കയറി നോക്കുന്നില്ല, ഇപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ കയറാനായിട്ട്. പക്ഷെ നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇതിപ്പോ ബാക്കിയുള്ള ഇപ്പൊ ഉള്ള ഏത് വണ്ടിയുടെ എടുത്താണെങ്കിലും ഈ തേർഡ് റോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിക്കട്ട് മാത്രമേ ഉണ്ടാവാം. അതെ, ഇത് തേർഡ് റോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതെ, ഫീൽ ചെയ്യും. ഇപ്പൊ ഇവൻ ക്രിസ്റ്റഡി ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലുതാണെന്ന്. ഉണ്ട്, പക്ഷെ ഇത്രയും വലുതല്ലെന്ന് തോന്നുന്നു. ഗ്ലാസ് ഏരിയ ഉണ്ട്, പക്ഷെ വിസിബിലിറ്റി ഇത്ര ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വണ്ടിയാണ്. സോളിഡ്. നമുക്ക് പുറകിലേക്ക് പോയാലോ? അമ്പോ, എല്ലാ വണ്ടികളുടെയും പോലെ പുറകില് നമുക്ക് കംപ്ലൈന്റ് പറയാൻ പറ്റില്ല. കുറച്ചേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. നോർമൽ ബാഗ്സ് ഒക്കെ വെക്കാം. പക്ഷെ അത് വലിച്ചു കഴിഞ്ഞാൽ അത് മുമ്പോട്ട് പോകും. അതെവിടെ കട്ട് ചെയ്യണം. നമ്മള് 6 സീറ്റർ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
ഇത്ര സ്പേസ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സ്പേസ് ഉണ്ട് അല്ലേ? അതെ, പിന്നെ അത് അവിടെ നിന്ന് ഇപ്പൊ എളുപ്പമായി. ഇതിപ്പോ മറ്റേ ആ റോയിൽ ഇരിക്കുന്നവർക്കൊരു കപ്പ് ഹോൾഡർ വെച്ചിട്ടുണ്ട്. അതെ, നേരത്തെ പറഞ്ഞ നമ്മുടെ AC വെന്റ് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് AC വെന്റ് വരുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. ഇവിടെയും ലൈറ്റും കാര്യങ്ങളൊക്കെ 3 സെറ്റ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് സ്പീക്കർ. അതെ, ഇതൊരു സബ്ബാണ് വന്നേക്കണേ അല്ലേ? അതെ, ആംപ്ലിഫയർ ഇതിന്റെ അകത്ത് ഉണ്ട്. കമ്പനിയാണല്ല, എല്ലാം കമ്പനി തന്നെയാണ്. അതിന്റെ ഇത്രയും അകത്താണ്. ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വണ്ടി നിർത്തിപ്പോയി. ഇപ്പൊ എന്താണെങ്കിലും ഉള്ള ആൾക്കാർ നന്നായിട്ട് യൂസ് ചെയ്യാ അല്ലെ? അതെ, ഇപ്പൊ വണ്ടി കുറവാണ്, എല്ലാം കുറെയൊക്കെ ഒത്തിരി ഓടി. സോഫ്റ്റ് ആയിട്ട് തന്നെ അടയ്ക്കും അല്ലേ? സോഫ്റ്റ് ആയിട്ട് അടയ്ക്കാം. പിന്നെ മറ്റേ ഇതൊന്നുമില്ല, പവേഡൊന്നും അല്ല ഇന്നത്തെ ഇതിൽ. പിന്നെ ബാക്കിൽ ഡ്യുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അതെ. ഇപ്പം ചില വണ്ടികളിലൊക്കെ വരുന്ന പോലെ ഡ്യുവൽ എക്സോസ്റ്റിന്റെ ഡമ്മി അല്ല, ശരിക്കും 2 പൈപ്പ് ഉണ്ട്. ശരിക്കും 2 എക്സോസ്റ്റ് ഉണ്ട് അവിടെ, എക്സോസ്റ്റ് ലൈൻ ഉണ്ട് അവിടെ. പിന്നെ ക്യാമറ, അതുപോലെ തന്നെ സെൻസർ. ക്യാമറ ഇവിടെ വന്നിട്ടുണ്ട്. നോർമൽ സെൻസർ കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടികളിലും, ഇപ്പൊ കാണുന്ന എല്ലാ വണ്ടികളിലും ഉള്ള പോലെ എല്ലാ കാര്യങ്ങളും അന്ന് ഹെക്സയിലുണ്ട്. ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, എത്ര മൈലേജ് കിട്ടും? മൈലേജ് എനിക്കിപ്പോ കിട്ടുന്നത് 11 ആണ്. ആവറേജ് അതിൽ കിട്ടുന്നത് 11 ആണ്. അത് ഹൈവേയിലാണോ അതോ? അല്ല, ഹൈവേയിൽ ഒരു 13 വരെയൊക്കെ കിട്ടുന്നുണ്ട്. അത്ര എക്സ്പെക്ട് ചെയ്താൽ മതിയല്ലേ? അല്ല, ലോക്കൽ ഓട്ടത്തിന് നമുക്കൊരു 10, അപ്പൊ ഒരു ആവറേജ് എല്ലാം കൂടെ ഒരു 11 സംതിങ് കിട്ടും. അതെ, ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള, ഇത്രയും ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും കൂടെ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം 11 വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഫിഗറാണ്. അതെ, നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളത് പതിലെ പ്രതീക്ഷിക്കുന്നു. 2.8 അല്ലെങ്കിൽ ക്രിസ്റ്റ എടുത്താലും ഒക്കെ അതൊക്കെ തന്നെയാണ് ഏകദേശം. ക്രിസ്റ്റയ്ക്കൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ മൈലേജ് പറഞ്ഞ 11, 12 ആ റേഞ്ചാണ് മെയിനായിട്ട് കിട്ടുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ മോശമില്ല. ഇല്ല, സർവീസ് ആവാത്ത കാരണം നമുക്ക് സർവീസ് കോസ്റ്റ് വലുതായിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതിന് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ആകെയുള്ളത് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി കുറച്ച് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട്, അത് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കണം. ഗിയർ ബോക്സ്. അതെ, ഗിയർ ബോക്സിനായിട്ട് പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ ട്രാൻസ്മിഷൻ കൂളർ ചില വണ്ടികളിൽ പോകാറുണ്ട്. അപ്പൊ കൂളന്റും ട്രാൻസ്മിഷൻ ഓയിലും തമ്മിൽ മിക്സ് ആവുന്ന ഒരു പരിപാടിയൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ കാണുന്നതാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഇതിന് കുഴപ്പമില്ല. കിലോമീറ്റർ ഇത്ര ആയിട്ടുള്ളൂ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, ഓക്കെ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ XT മോഡലാണല്ലേ? XT, അതായത് ഓട്ടോമാറ്റിക്കിന്റെ ടോപ്പ് എൻഡ്. ഓക്കെ, ഓട്ടോമാറ്റിക്കിന്റെ ടോപ്പ് എൻഡ് ആണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ വണ്ടിയും ടോപ്പ് എൻഡ് ആണല്ലോ ഇപ്പൊ എടുത്തേക്കുന്നത്. നേരത്തെ പുന്തോടെ എടുത്തപ്പോഴും ടോപ്പ് എൻഡ്. അതെ, ഞാൻ കുറച്ചും കൂടെ OEM ആയിട്ട് കൊണ്ട് നടക്കുന്ന ആളാണ്. കണ്ടാ അറിയാം, അങ്ങനെ വലിയ മോഡിഫിക്കേഷൻ ചെയ്യാറില്ല. ഞാൻ കൂടുതലും വണ്ടി വന്ന രീതിക്ക് തന്നെ കൊണ്ടു നടക്കുന്നതാണ്. ആ ഒരു ഇതിൽ കൊണ്ടുനടക്കാൻ. അപ്പൊ അതിന് തന്നെ ഫീച്ചേഴ്സ് കൂടുതലുള്ള വണ്ടി എടുക്കുന്നതാണ് നമുക്ക് താല്പര്യം. ഓക്കെ, ആകെ ഞാനിപ്പോ ചെയ്തേക്കണത് ഈ ഇത് മാത്രമേ ഫുഡ് സ്റ്റെപ്പ്. അതെ, അത് ഞാൻ എടുത്തപ്പോ, ഞാൻ യൂസ് ആയിട്ട് എടുത്തപ്പോ ഉള്ളതാണ്. അതെ, പക്ഷെ അത് നല്ല ഫംഗ്ഷനിലാണ്. ഫംഗ്ഷനിലാണ്. നമ്മൾ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്ക് അത് വേണമെന്ന് തന്നെ പറയാം. ഞാൻ കയറിയപ്പോഴാണെങ്കിലും ചവിട്ടി കയറുമ്പോഴത്തേക്ക് ഒരു കംഫർട്ടബിൾ നമുക്ക് ഉണ്ട്. അതെ, അതായത് അവരുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കൂടുതലും മറ്റേ ബേസിക്കലി നമ്മുടെ കൂടുതൽ പഠിച്ച കാര്യങ്ങൾ അവര് ഇമ്പ്രൂവ് ചെയ്ത് ഇറക്കിയതാന്ന് പറയാം. ടാറ്റ കൂടുതലും ഇതുപോലെ വണ്ടി ഇറക്കി നമ്മളാണ് ശരിക്കും കസ്റ്റമേഴ്സ് ആണ് ആറാണ്ടി തോന്നുന്നു. ആര്യക്കകത്തുണ്ടായിരുന്ന വണ്ടി ബേസിക്കലി ഇതൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. ഒട്ടും തന്നെ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹെക്സ് നല്ല ഹിറ്റ് ആയിരുന്നു. ഇവൻ ഇപ്പോഴും നല്ല സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ നല്ല അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉള്ളൊരു വണ്ടിയും കൂടെയാണ്. ഇപ്പം ഇനിയിപ്പോ ഇത് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് തോന്നുന്നു എഞ്ചിൻ അവര് BS6 ആക്കിയിട്ടില്ലല്ലോ 2.2. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു വണ്ടിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്റ്റോമിനകത്തായിരുന്നു തോന്നുന്നു ഈ എഞ്ചിൻ ഉള്ളത്. അവസാനം ഇറങ്ങിയ സ്റ്റോമിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് എനിക്ക് തോന്നുന്നില്ല 2 വണ്ടിക്ക് വേണ്ടി അവർ BS6 ആക്കാനായിരിക്കും. മാത്രമല്ല ഇപ്പം അവരുടെ കുറെ ന്യൂസ് കണ്ടത് EV7 കൂടുതൽ സിയറയുടെ ആണെങ്കിലും ഇപ്പൊ EV വരാൻ പോകുന്ന മറ്റേ വണ്ടികളിൽ ഉപയോഗിക്കുന്ന മറ്റേ ഫിയറ്റ് സോഴ്സ് ജീപ്പിന്റെ എഞ്ചിനാണല്ലോ. 2 ലിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഈവൻ നമ്മുടെ ആൾട്രോസിൽ വരുന്നതും ഡീസൽ എഞ്ചിൻ അതെല്ലാം ഫിയറ്റിന്റെ എഞ്ചിൻ തന്നെയാണല്ലോ. അത് 1.5 ആണ്. അത് ഫിയറ്റിന്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 1.5 ഡീസലാണ്. ഫിയറ്റിന്റെ വന്നോട്ടിരുന്ന 1.3 ഇന്ത്യയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 1.3 ആണെങ്കിൽ 1.5 ഉണ്ടായിരുന്നില്ലേ? അതൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും കറക്റ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.
സോ അതപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അങ്ങനെ പോയി. സോ അപ്പം മൊത്തത്തിൽ ഹാപ്പിയാണ്. അപ്പം ഹെക്സ് എടുത്തതിൽ ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ നേരത്തെ അറിയാവുന്ന നമ്മൾ ഓടിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത വണ്ടിയാണ്. നീ ആൾക്കൊരു ടയർ ഷോപ്പാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുക ഏകദേശം എത്ര കിട്ടും ഈ ടയർ? ടയറിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരാളെന്ന് ചോദിക്കുക. അതെ, ഇപ്പൊ വണ്ടി 2018 ഓക്കെ. അപ്പൊ ഇത് ടയറിന്റെ കിലോമീറ്ററിനേക്കാളും കൂടുതൽ അതിന്റെ പ്രായം വെച്ച് അത് മാറാറായെന്ന് പറയാം. മാറാറായി. പക്ഷെ കാണുന്നില്ല. നോക്കുമ്പോ നല്ല ഗ്രിപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഒരു 6-7 വർഷം ചിലപ്പോൾ അടുത്ത വർഷം ഞാൻ ഈ വർഷം അവസാനം അടുത്ത വർഷം ചിലപ്പോൾ മാറുമായിരിക്കും. അല്ലാതെ ലൈഫ് എനിക്ക് തോന്നുന്നു ഇപ്പൊ 35 ഇതിലൊരു 40% ഉണ്ട്. ഒരു 60 കിട്ടേണ്ടതാണ്. 60,000 കിലോമീറ്റർ ഓടേണ്ടതാണ്. എല്ലാം കറക്റ്റ് റൊട്ടേഷൻ ഒക്കെ ആണെങ്കിൽ ഈ ടയർ കിട്ടേണ്ടതാണ്. സോ അപ്പോൾ നമ്മൾ സംസാരിച്ച് കുറേ അധികം ഇങ്ങനെ കളിയേറി പോയി. നമുക്കിപ്പോൾ ഇതൊരു 2 എപ്പിസോഡാക്കി ഇടാമെന്ന് വിചാരിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിൽ നമുക്ക് വീഡിയോയിൽ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടൊന്ന് നോക്കാം അല്ലേ? സോ അപ്പം നമുക്ക് ഈ എപ്പിസോഡ് നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് അടുത്ത എപ്പിസോഡിലിടാം. സോ അതുവരേക്കും ടേക്ക് കെയർ, ഹാപ്പി മോട്ടറിങ്.